ഡാഡി വാസുമോനെ, ചന്ദ്രനെ കെട്ടിച്ചു വിടാൻ നിങ്ങൾ ഇത്ര ധൃതി എന്തെങ്കിലും അസുഖം ഉണ്ടോ അവന്? അപ്പൊ എന്റെ അവലൊരു പൈൽസ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ തോന്നരുത് ഡാഡി. അതല്ല ഡാഡി അതിന്റെ റീസൺ. ഡാഡി ഞാൻ തന്നെ പറയട്ടെ ഡാഡി. ഞങ്ങളുടെ ജോക്കി ആക്ച്വലി നമ്മള് വളരെ റെയർ ആയിട്ടാണ് സിറ്റിയിലൊക്കെ വരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫുൾ ട്രാവൽ, തീർത്ഥാടനം അങ്ങനെ എല്ലാം പോകുന്ന ഒരാളാണ് മെന്റൽ പീസിന് വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി അടുത്ത ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഡാഡി വളരെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എപ്പോ വരുമെന്ന് പോലും പറയാൻ പറ്റില്ല ഡാഡി. സോ ഡാഡി ഞാൻ പറയുന്നത് ജോക്കി ഇവിടെ ഉള്ളപ്പോ ഡാഡി ഈ ഒരു കല്യാണം നടത്തണം ഡാഡി. അതാണ് എന്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ് ഡാഡി. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ തലയിലേക്ക് ചന്ദ്രനെ അടിച്ചു വെക്കുക, അല്ലെ ചന്ദ്രനെ ലോക്കാക്കുക, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല ഡാഡി. ഇല്ല ഡാഡി. ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ. അച്ഛാ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡി എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പൻ എന്നാണോ അതിന്റെ അർത്ഥം? ഡാഡി എന്ന് പറഞ്ഞ അച്ഛനല്ലേ? അച്ഛാ അത് അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ പരിപാടി നടത്തിയിട്ട് വേണം എനിക്ക് പോവാൻ. മനസ്സിലായോ? മനസ്സിലായോ? ഇവർ കയറ് പൊട്ടി നിൽക്കുന്ന പശുവാണ്. മനസ്സിലായോ? പശുവിന്റെ വിത്തല്ലേ കിടക്കുന്നത്. അത് നമുക്ക് ഉറപ്പില്ല കേട്ടോ, നിങ്ങളുടെ മോളോട് ചോദിക്കണം, അത് വേറെ കാര്യം. അപ്പം ഈ കയറ് പൊട്ടി നിൽക്കുന്ന പശുവിനെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ചു കേട്ടോ. Exactly, Daddy. Okay. So we need to do this ASAP. Yes, Daddy. Okay, we'll do it. ചന്ദ്രമോനെ, ഞാൻ വാസുമോനോടും ജോക്കിയോടും സംസാരിച്ചതില് എന്താ പറയുന്നവര്? മോന്റെ കയറ് പൊട്ടി നിൽക്കുകയാണെന്നാണ് അവര് പറയുന്നത്. ഇല്ല, എന്റെ കയറ് എന്തായാലും ഇപ്പൊ ഉടനെ പൊട്ടൂല. കാരണവന്മാർ തീരുമാനങ്ങൾ പറഞ്ഞു ചന്ദ്ര അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്, അതിന്റെ അപ്പൊ അങ്ങോട്ടും ചന്ദ്ര അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്. ഞാൻ റെഡി അല്ല അണ്ണോ. എന്താണ് വാസു? ഞാൻ റെഡി അല്ലെന്ന് പറയുമ്പോ we need time. ഒന്ന് വന്നേ ചന്ദ്ര ഒന്ന് നട. വാസുണ്ണ എന്നെ നിർബന്ധിച്ച ചന്ദ്ര, ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും? എത്ര തവണ? ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഒന്ന് അണ്ണന്റെ ആദ്യത്തെ കള്ളവെടിക്ക്. അല്ലല്ല, നിങ്ങളത് സംസാരിച്ചോ, കുഴപ്പമില്ലടാ, ഇതൊന്നും കുഴപ്പമില്ല. നമുക്ക് എനിക്ക് ഒരു 5 മിനിറ്റ് ജോക്കി. ചന്ദ്ര ഒന്ന് വന്നേ. അണ്ണന്റെ ആദ്യത്തെ ലൈവ് ബ്ലാസ്റ്റിന് ഞാൻ കൂടെ നിന്ന്, രണ്ടാമത്തെ ലൈവ് ബ്ലാസ്റ്റിന് ഞാൻ എന്റെ ഹാർട്ട് കൊടുത്ത്. അണ്ണ ഞാൻ എന്തൊക്കെ കൊടുത്തു അണ്ണ, എന്നെ എന്തിനൊക്കെ എന്നെ വഴങ്ങിപ്പിച്ച് എന്നെ. അണ്ണന്റെ സന്തോഷം ഇത് പഴയതോലല്ല ചന്ദ്ര, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എനിക്ക് കുറച്ചുകൂടി ട്രൈ ചെയ്യണം. ഞാൻ പറയുന്നൊന്ന് കേക്കടാ പ്ലീസ് റാ. നീ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിലാണെന്നാണോ? ചെറിയ പ്രായത്തിൽ. എനിക്ക് 28 വയസ്സായി. ഈ ജോക്കിക്ക് എത്ര 42 ആവുന്നു. പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ അസുഖങ്ങളും ആയി തുടങ്ങി. പുള്ളി ഈ ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞ് പോകുന്നത് എവിടെയാണെന്നറിയാവോ? കള്ളവടിക്കേ US ട്രീറ്റ്മെന്റിന് വേണ്ടി പോണതാ. എനിക്ക് സംശയമുണ്ട്. ഞാനല്ലേടാ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന. എനിക്ക് അറിഞ്ഞൂടെടാ. ഞാൻ പറഞ്ഞ നീ ഒന്ന് വിശ്വസിക്കും. ഇത് തമാശയായിട്ട് എടുക്കല്ലേ. ജോക്കിക്ക് ആരോഗ്യനില വളരെ മോശമാണടാ. പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് അത്. ഞാൻ ഈ അണ്ണുവിന്റെ ആഗ്രഹത്തിന് വേണ്ടിട്ടാണ് നമുക്ക് ജീവിക്കണ്ടേ നന്നായിട്ട്. ഫ്ലൈ ചെയ്യണം കുറച്ചുകൂടി. ഞങ്ങൾ ഹെലികോപ്റ്റർ മേടിച്ചു തരാൻ പോവാണോ നിനക്ക് ഫ്ലൈ ചെയ്യാൻ? നീ അത് തമാശ കാര്യങ്ങളൊക്കെ വിട്. ഒരു കാര്യം പറയട്ടെ, എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാരും പറയും അണ്ണൂര് വാസുണ്ണന്റെ കഴിവില്ല, അണ്ണൻ കെട്ടാൻ നിൽക്കുവാണ്, അതാണ് ഇതാണെന്നൊക്കെ. അങ്ങനെ പറയുന്നവനെ നമ്മള് കൊണ്ടുവന്ന് ഗ്യാങ്സ് കൊണ്ട് കൊല്ലൂലേ, കത്തിച്ചു കളയൂലേ? എന്റെ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുത്തപ്പനെ കണ്ടിട്ട്, നമ്മുടെ മറ്റേ കാട്ടിലെ മുത്തപ്പല്ലേ, ഞാൻ കണ്ട് കബഡി നിരത്തി നോക്കി. എനിക്ക് അടുത്ത 2 വർഷത്തേക്ക് കല്യാണ യോഗം ഇല്ലെന്നാണ്, അതായത് കല്യാണം കഴിക്കല്ലെന്നാണ് പറഞ്ഞിരിക്കണേ. കല്യാണം വേണ്ട, സമയത്തിന് നല്ലതല്ല. ഇപ്പൊ ഒരു നല്ല തീരുമാനങ്ങളും എടുക്കല്ലെന്ന്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണൂനെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ സഹിക്കും? എല്ലാവർക്കും കിട്ടിക്കൂടെ?
അങ്ങനെ ഒരു ഗുണം ഉണ്ടാവില്ല നിക്കത്ത്. അപ്പൊ ഞാൻ മരിച്ചു അങ്ങനെ കിട്ടിയാ ഇല്ല മുത്തപ്പന്റെ കവടിയിലുണ്ടായിരുന്നാണ്. മുത്തപ്പന്റെ കവടിയിലുണ്ടായിരുന്നു, വ്യക്തമായിട്ട് കണ്ട കാര്യമാണത്. അനിഷ്ടം സംഭവിക്കും കുടുംബത്തില്, മാറുകൾ തോക്കും. ഇത്രയൊക്കെ പിന്നെ നീ എന്തിനാണ് ഒരുങ്ങി കെട്ടി നീ കഴുത കല്ലിന് കൊണ്ടുവന്ന പോലെ വന്നത്? പെണ്ണ് കണ്ടില്ലേ? പെണ്ണ് കണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഡാഡി ഒരു വിളിച്ച് അങ്ങനെ അച്ഛനായില്ലേ? നിന്റെ തന്തയ്ക്കോട്ട് കൊടു. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനെ കണ്ടല്ലേ ഞാൻ സാധനത്തോടെ ഡാഡി എന്ന് വിളിച്ചത്. കോലം നോക്കി നോക്കി തിരിഞ്ഞ് ഇതൊക്കെ എന്താ ഇതൊക്കെ? ബാക്കിലോട്ട് നോക്കിയാണ്. ജോക്കി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ജോക്കി. എനിക്ക് ഇതിൽ കൂടുതൽ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. വാസു ഇങ്ങോട്ടോ, ചന്ദ്ര ഇങ്ങോ ഒരു മിനിറ്റ്. അപ്പുകൂട്ടനല്ലേ? വലിയേട്ടാ ദർശനയുടെ പുറകെ നടക്കുന്നതിന് കിട്ടിയതാ നിനക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ടൈം നിങ്ങൾക്ക്? പ്രിപ്പയർ ആവാം. എന്താണ് പ്രിപ്പയർ? ഒരു കൊച്ചു നട 10 വയസ്സറിയാതെ അവിടെ നിൽപ്പുണ്ട്. ഇനി എന്തോന്ന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക്? പറയട്ടെ, അതല്ല, നമ്മള് പോയിട്ട് മറ്റേ കബഡി നിർത്തി നോക്കി മുത്തപ്പന്റെ അമ്പലത്തിൽ പോയി. നേരം ഇപ്പം നല്ല കാര്യങ്ങളൊന്നും നല്ലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. ചിലപ്പോ അണ്ണു ഇരുന്ന് സംസാരിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു മിനിറ്റ് ചെറുതായി നോക്കിയിട്ട് പറഞ്ഞ കാര്യം എന്തോ വ്യക്തമായിട്ട് പറഞ്ഞ നേരം, കുടുംബത്തിലെ കാരണവർക്ക് എന്തേലും പറ്റുമെന്നാണ് ആ ഒരു രീതി കണ്ടത്. കാരണം ഒരാളാണ് നമ്മുടെ കുടുംബത്തിലെ കാരണം ഞാൻ ഒന്ന് തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരാ? എടാ എനിക്കിപ്പോ എനിക്കിപ്പോ ഞാൻ പറയട്ടെ, തട്ടിപ്പോയെന്ന് പറഞ്ഞ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് തട്ടിപ്പോയെന്നൊക്കെ നമ്മളെ പേറ്റന്റ് ആഫീസൊക്കെ പിന്നെ ആര് നോക്കും? എടാ ഇത് വാസു ഇത് ഭയങ്കര ഇതാണ് കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, വേണ്ട ഇത്രയൊക്കെ നമുക്ക് ഇത്ര ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ജോക്കി. നമുക്ക് ഇത്ര ചെയ്ത് കൊടുക്കാൻ. അതല്ല അണ്ണു, ഞാനൊരു ഫ്ലൈയിങ് പോയിന്റ് ഇരിക്കുക. എനിക്കൊന്ന് കുറച്ചുകൂടി പറക്കണം, കുറച്ചുകൂടി നീന്തണം. പറഞ്ഞോ നീ എന്തോ അവള് നിന്റെ വാല എങ്ങനെ കെട്ടി വെക്കുന്നു? നീ പറഞ്ഞോ കെട്ടിയതുപോലെ അല്ലേ അണ്ണു? എന്ത് മോങ്ങുന്ന വാസു? അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് നീ കുടുംബം നശിക്കും, കുടുംബം നശിക്കും. ആൾക്കാർ ഞാൻ കൊല്ലും. ചാവുന്ന നിന്നെ എൻഗേജ്മെന്റ് നടത്തുന്നതിന് അതാണ് പറഞ്ഞത്, കുടുംബത്തെ അനിഷ്ടം സംഭവിക്കും. അനിഷ്ടം സംഭവിക്കും, അനിഷ്ടം സംഭവിക്കും. സത്യയുടെ അനിഷ്ടം സംഭവിക്കും. അടുത്ത ആഴ്ച ഡേറ്റും കുറപ്പിച്ചോ. ഡാഡി അടുത്ത ആഴ്ച എൻഗേജ്മെന്റ് നമുക്കൊരു ഡേറ്റ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. നമുക്ക് നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തിട്ട് നടത്താൻ. ഇതങ്ങനെ ചെറുതായിട്ട് നടത്താൻ എനിക്ക് പ്ലാനില്ല ഡാഡി. എനിക്ക് സിറ്റി കണ്ട ഏറ്റവും വലിയ എൻഗേജ്മെന്റ് ആയിരിക്കണം. പറയൂ സാബ് ഗുരു. കസിനാണ് സാബ് ഗുരുവിന്റെ? അതെ അപ്പൊ എന്റെ കസിന്റെ കല്യാണം ഈ സിറ്റിയിൽ ഏറ്റവും വലിയ കല്യാണമായിരുന്നു. അതെ ഞങ്ങള് പിന്നെ സാബ് ഗുരുവിന് ആ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല. നമ്മള് കുറച്ച് കനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു സാബ് ഗുരു എന്നാ ഒരു പെൺകൊച്ച് പറയുന്നതിന് ഒരു വാല്യൂ കൊടുക്കുന്നില്ല ആരും. അതിനെ സൂയിസൈഡ് ചെയ്യുമെന്ന് യോഗി പ്രഥമം മാത്രമല്ല എല്ലാം വേണം. എല്ലാ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഡെസേർട്സും എല്ലാം വേണം. അവൾക്ക് ഫ്ലൈ ചെയ്യണമെന്ന്. അവള് ഫ്ലൈ ചെയ്തോട്ടെ, എൻഗേജ്മെന്റ് നടത്തിട്ട് ഫ്ലൈ ചെയ്താൽ മതി. വാസു ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം ഞാൻ തന്നു. അവനെ അല്ലെങ്കിൽ കയറണമെന്ന് എനിക്ക് പണ്ടേ ഭയങ്കര ആഗ്രഹം. നീ മരിക്കോ ചോദിക്കും. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. കെട്ടിയിരുന്നള്ളി എന്തിനിവിടെ വന്ന് നിന്നതാ പിന്നെ കല്യാണം നടത്താനെന്ന് പറഞ്ഞു ചോദിക്കണ്ടായിരുന്നു. ആ പെണ്ണിന്റെ അടുത്ത് പെണ്ണുകാളെ നടത്തി കഴിഞ്ഞാൽ പെണ്ണിന്റെ അടുത്ത് പിന്നെ നമ്മള് പിന്നെ ഇത് സമ്മതം അല്ലെങ്കിൽ പിന്നെ നമ്മളെതിരെ വിളിച്ചു വരുത്തിയത് ഇങ്ങോട്ട്. ആര് പറഞ്ഞു? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ വന്ന് കല്യാണം നടത്തണം, ആ കൊച്ചി കെട്ടാൻ
ആ കൊച്ചിനെ കെട്ടാൻ മുട്ടിയിരിക്കുന്നത് പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ചെറുക്കൻ നമ്മുടെ കല്ല് നമ്മുടെ ദാനം കൈന്റെ കല്ലാണ് ചെറുക്കൻ അവനെ നമ്മള് തങ്ക കിണ്ടി ഞാൻ കാര്യം പറയട്ടെ ഇതിപ്പോ എന്താണ് പ്രശ്നം എന്താണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ജോക്കി ഇത് ലോക്കൽ സെറ്റപ്പ് ആണ് ലോ ക്ലാസ് കുടുംബക്കാര് വാടക കുടുംബക്കാരെ കണ്ടായിരുന്നു ഇവിടെ ഫ്ലോട്ട് കുറെ ടീമുകൾ അത് തന്നെ ശിവന്റെ ഫ്ലോട്ടിൽ നിൽക്കുന്ന അറിയ ആൾക്കാര് ആണ്ടാ ശിവ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത്തേന് രണ്ടാമത്തേന് ശിവ എന്ന് പറഞ്ഞ പോരെ വിളിച്ചു വരുത്തിട്ട് മനസ്സിലെ ആൾക്കാരെ കളിയാക്കുന്നോ അവളെ കേറി വരട്ടെ അപ്സരസോ ഇന്ത്യടാ ആത്മഹത്യ അങ്ങനെ മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ അല്ല യോഗി ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് കല്യാണം വേണമെന്ന് പറഞ്ഞല്ലേ നമ്മളിത് എഫേർട്ട് എടുത്ത് ഇവിടെ വരെ കൊണ്ടുപോകുന്നത് അതെ ഈ പെണ്ണുപിള്ളേരിൽ ഇത്രയും പേരെ ആളെ വിളിച്ചിട്ട് ഇവിടെ ഇവിടെ കൊണ്ട് നിർത്തരുത് അവളുടെ നിപ്പുണ്ട് അടിച്ചങ്ങ് തിരിക്കണം എടാ ഇതിനെ തിരിഞ്ഞിങ്ങനെ പോയാ പിന്നെ ഇപ്പുറത്തോട്ട് വരരുത് എടാ ഇതൊക്കെ ബുദ്ധിയില്ലാത്ത കുടുംബം ഇതിപ്പോ നടത്തണ്ടേ ഇത് നമ്മൾ ഇത്ര അപമാനിച്ച സ്ഥിതിക്ക് നമുക്ക് നടത്തേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എനിക്ക് ഇതെല്ലാം ജോക്കി ഞാൻ ജോക്കി ഇത് എന്തിനീ മാറി ടൈൽസിന്റെ അസുഖം പെണ്ണാണെങ്കിൽ അവിടെ ചാടി ചാകാനൊക്കെ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ ചന്ദ്ര ഞാൻ ഒരു മിനിറ്റ് വരാം നമ്മള് പോ അല്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ പറ അവള് കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നു വാസവണ്ണാണ് ഇനി നിന്നെ അലിയോടെ കണ്ട മുട്ടയിലെ തല്ലൊടിക്കുന്നില്ല എന്റെ പൊന്നെ സുഹൃത്തെ ഡാഡി എന്നല്ല ഇത്രയും നേരം വിളിച്ചത് നമ്മൾ അച്ഛനെ ഒന്ന് മാറ്റി വിളിച്ചില്ലല്ലോ നിങ്ങൾ എന്ത് മര്യാദയാണ് നിങ്ങൾ നമ്മുടെ കുടുംബത്തിന് വരുന്നത് ഡാഡിയെ പറയുന്നതല്ല ഡാഡിയുടെ അല്ലേ മോള് ഈ പെണ്ണുമ്പോഴല്ലോ എലിയും പറഞ്ഞ് നിൽക്കുന്നവള് അവള് നമ്മളെന്തോ ലോ ക്ലാസ് ആയിട്ട് കാണുന്നത് നമ്മൾ ഇത്രയും സമയമുള്ളത് ചെറുക്കനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ചു ഇത്രയും ദൂരം വന്ന സമയത്ത് പെണ്ണ് ആട്ടി ചാടുന്ന ഇതെന്താണ് എന്തൊരു കുടുംബം എന്തെങ്കിലും വന്ന ഉടനെ ആട്ടി ചാടും അവർക്ക് വെള്ളം തല തൊടാത്തന്റെ പ്രശ്നമാണ് ഇതൊക്കെ വെള്ളം തൊട്ടപ്പോ ബോധം വന്ന് എൻഗേജ്മെന്റ് നടത്താം അതാണ് ഏറ്റവും എടുത്ത് കാലൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ അടിക്കും കേട്ടോ ഈ കുടുംബത്തിൽ ഇതൊക്കെ ഡ്യൂപ്പ് ഞാൻ പറട്ടെ വാരിപ്പറക്കിട്ട് ഇടിക്കും എല്ലാത്തിനും ഇവിടെ ഇട്ട് കാര്യമായിട്ട് ഞാൻ കാര്യം പറയാം എന്റെ ചെറുക്കന്മാരെ എല്ലാം പറഞ്ഞുണ്ടല്ലോ ഒറ്റ ചോദ്യം നിനക്ക് ഇവിടെ വേണോ അടിച്ച് റെഡിയാക്കി നിനക്ക് ചന്ദ്ര നിനക്ക് ഇവിടെ വേണോ എന്താണ് നിനക്ക് ഇവിടെ വേണോ ഉത്തരം ആലോചിക്കുന്നില്ല ചന്ദ്ര പേരൊന്നുമല്ലല്ലോ ചോദിച്ചേ ഇവൾക്ക് ഇവനെ വേണോന്നാ ചോദിച്ചേ ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ നമുക്ക് എന്തിനാ വേറെ പെണ്ണേരില്ല ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടെന്ന് പറ വിളിച്ചിടിക്കും ഞാൻ ഇവിടെ ഇട്ട് എടാ ഒന്ന് പറയ ചന്ദ്ര വേണോ വേണ്ട അത് മാത്രം പറ ചന്ദ്ര വേട്ടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞേക്ക് വേണം അപ്പൊ അലീനെ നിനക്ക് എൻഗേജ്മെന്റ് നടത്ത ഓക്കെ ആണോ മോക്ക് സമ്മതല്ലേ വാസു നമ്മളെ കുടുംബ എലി നിനക്ക് എന്നെ കെട്ടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ഈ ഒരു മൊമെന്റ് തീർക്കരുത് അതിവിടെ തീർക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ ഇത് വേറൊരു കാര്യം സംസാരിക്കും ഞാൻ ഇനി എന്റെ ഭാഷയും സംസാരമൊക്കെ മാറും ഞാൻ കേട്ടാ പെണ്ണുപിള്ളേ നിങ്ങൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടുംബ വീടാണോ ഇത് അവതാർ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന കുറെ കോക്കാച്ചികളുടെ അടക്കത്തെ ഒരു കുടുംബവും നമുക്ക് വീട്ടിൽ പോകണേ ഇത് എന്തുവാ ഇത് ഭയങ്കര മോശമാണ്
ജോക്കി നമ്മളൊരു വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയാണോ എന്റെ പൊന്ന് ഡാഡി ഞങ്ങൾ ഇത് സോൾവ് ചെയ്യാനല്ലേ നോക്കുന്നത് ഡാഡി. എന്ത് സംസാരമാണ് ഡാഡി എന്ന് വിളിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും മോശം സംസാരിച്ചോ നിങ്ങളിത്? ഞാനും മോനെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്ന മോനെ. മോൻ പറ, മോന്റെ തീരുമാനം എന്താ? എന്റെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഒരു വർഷം നിങ്ങളത് പറയരുത്, നിനക്ക് അല്ലെങ്കിൽ അങ്ങനെ പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചന്ദ്ര fly ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയാം, സംസാരങ്ങൾ ക്ലിയർ ആവണം. നീ ഇത് നിനക്ക് വേണോ വേണ്ടായോ? ഒരു വർഷം പറ്റത്തില്ല ചന്ദ്ര. ഒരു വർഷം മതിയാണ്, ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ്. അലീന, ഇപ്പൊ നീ പ്രിപ്പയർ ആണോ? ഞാനും പ്രിപ്പയർ അല്ല. എടാ ഈ കുടുംബം എടാ വാസു, ഈ കൂട്ടത്തിൽ ബുദ്ധിയുള്ളതും ബോധമുള്ളതും എനിക്ക് നിനക്ക് മാത്രമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് എല്ലാത്തിനും വട്ടാണ് നിങ്ങൾക്കെല്ലാം. നമ്മളെ വിളിച്ച ആൾക്കാരെയും വിളിച്ചിട്ട് വരുത്തി നമ്മളെ കണ്ടിട്ട് എന്റെ പൊന്നെ പെണ്ണുമ്പളെ ആ പർപ്പിൾ സാരി ഇട്ടു നിങ്ങൾക്ക് അങ്ങ് ഇളക്കമായിരുന്നല്ലോ ഇങ്ങോട്ട് വാ വാ വാന്ന് വിളിച്ചോണ്ട് വരാൻ. അപ്പൊ ടീസ അല്ല അതെന്തിയാ മറ്റേ പെണ്ണുമ്പളെ എന്തിയാ ആണ്ട് ഇപ്പുറത്തേക്കുന്നു സ്ഥലവും പറയുന്നത്. പറഞ്ഞോട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് നമ്മളെ. ഡാഡി ഇതൊരു അബ്യൂസ് ആയി പോയിട്ടോ എനിക്ക്. ഡാഡി ഇങ്ങനെ ഒരു അബ്യൂസ് ഈ ഇടയ്ക്ക് എനിക്ക് ജീവിതത്തിൽ മോനെ ഇത് പറഞ്ഞതാണല്ലോ ഇപ്പൊ. കുടുംബക്കാരിൽ ഇത് ഞാനും അലീന എന്റെ അലീനയുടെയും പേഴ്സണലുള്ള തീരുമാനമാണ്. ചന്ദ്രന്റെ പേഴ്സണൽ തീരുമാനം അത്, അലീനല്ല. നിങ്ങളിപ്പോ കല്യാണം ആയിക്കട്ടെ, നിങ്ങൾ ഞങ്ങളിപ്പോ എന്താ കുടുംബത്തിന്റെ മാനം കാണാൻ വേണ്ടി അവരുടെ ലിവിംഗ് അവളുടെ മോളെ. വേണം. ഇതാണ് പറഞ്ഞത്. ഈ കുടുംബം ഈ പെണ്ണുമ്പിള്ള കുടുംബത്തിലോട്ട് പെണ്ണ് വേണ്ടാന്ന് ഇങ്ങനെ 1000 വട്ടം വാസുവിന്റെ അടുത്ത് പറഞ്ഞതാ. ഇവളൊക്കെ ഉള്ള കുടുംബത്തിലോട്ട് വന്ന് കേറി വേണ്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞു ഡാഡി, ഇവളിവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഡാഡി. അണ്ണാ ഒരു കാര്യം ചോദിക്കാണ്, ഞങ്ങൾ ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ തീരുമാനം? ലിവിംഗ് ടുഗദർ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ തീരുമാനം എടുത്ത നിങ്ങളുടെ തീരുമാനം എന്താ? എന്റെ തീരുമാനം ലിവിംഗ് ടുഗദറോ? അല്ല പറ്റത്തില്ല ലിവിംഗ് ടുഗദർ. നിന്റെ അഭിപ്രായം ആര് വിളിക്കുന്നു? നീ എലിയുടെ കൂടെ അല്ലേ അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. നീ അനിയത്തിയുടെ നീ എന്തായാലും കാണിക്കും. നമുക്ക് ലിവിംഗ് ടുഗദർ ഒന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ലിവിംഗ് ടുഗദർ രണ്ടെണ്ണത്തിനും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എൻഗേജ്മെന്റ്, അല്ല ചന്ദ്ര വണ്ടി എടുക്ക പോകാം. അപ്പൊ ഞങ്ങള് മിണ്ടാൻ പാടില്ല. പിന്നെ ചന്ദ്ര ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഇത് നടന്നില്ലെങ്കിൽ ഇവളെ കൊത്തുകളെ ഈ ഡാഡിയെ കുഴിച്ചു മൂടും, എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളങ്ങ് പോകും. പിന്നെ ഇത് നടക്കത്തില്ല. ഞാൻ എന്താ പോലെ കല്യാണം എനിക്കൊന്ന് കുറച്ച് സമാനത പ്ലീസ്. എനിക്ക് തലവേദന എടുക്കുന്ന ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെ ആവണ്ട. ഇതുപോലെ ഒരു കച്ചറ കുടുംബത്തോട്ട് വന്ന് കേറി. സത്യം എന്തൊരു ഡാഡി എല്ലാ കുടുംബത്തിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ ഡാഡി. എന്റെ പൊന്ന് അച്ഛാ, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവരെ തങ്കം പോലെ നോക്കി നടത്തിയ പിള്ളേരാണ് എന്റെ മനസ്സിലായി. ഇതിനപ്പുറം ഇപ്പുറം നിൽക്കുന്നത്. അപ്പം എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഒരു പെണ്ണിനെ കെട്ടിക്കണമെന്നൊന്നും. പക്ഷെ ചന്ദ്രനെ ഒരു കുഞ്ഞായി ഇങ്ങനെ നാട്ടുകാർ മൊത്തം പറയാൻ തുടങ്ങി, എടേ ഒരു കുഞ്ഞായില്ലേ അവനെ പിടിച്ച് കെട്ടിക്കടേന്ന് പറഞ്ഞ് എന്റെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു, മനസ്സിലായോ? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്നാ ഒരു കല്യാണം നടത്തിയേക്കാം. അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. വാസു ആണ് ഇലിയെ വിളിക്കുന്നത്. ഈ പെണ്ണുമ്പിളയാണെങ്കിൽ അവിടെ ആനയുണ്ട്, പശുവുണ്ട്, കാളയുണ്ട്, മാമയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഒരുമാതിരി ഇങ്ങനെയൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഡാഡി നമ്മുടെ കുറെ ഏക്കർ സ്ഥലമുണ്ട് കാണാത്തായിട്ട് ആകെപ്പാടുള്ളത് ഈ ലോകത്ത് നെത്തോലി എന്ന് പറഞ്ഞ മീൻ മാത്രം. കാരണം നമ്മൾ ഇവളുടെ കൂടെ കടലിൽ പോകാറില്ല അടിയിലൊന്നും, മനസ്സിലായോ? അപ്പം ഇതിന്റെ ഒരു ബേസിക് സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പോവും.
കുട്ടിക്ക് റെഡിയാണോ? അലീനെ ഇങ്ങോട്ട് മുന്നിലോട്ട് വന്നേ. മോള് മുന്നോട്ട് വന്നേ. വിഷമയല്ലേ? എന്റെ ചോദ്യം ഇതാണ്, ദാണ്ടെ നെല്ലിപ്പലക പോലെ ഒരുത്തനാണോ വളർന്നോണം നിക്കുന്നത് നീല മുട്ടിയായിട്ട്? ഇത് അമ്പത്തൂരിന്റെ മോനാണ് ഇത്. ഡാഡി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ തൊട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലത്തിന്റെയും ഈ ആനയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് വിഷമായി. നമുക്കുണ്ട് അവിടെ 50 ഏക്കർ കടലും 2 ഏക്കർ ഗ്യാങ് ഹൗസും ഒക്കെ ഞങ്ങൾക്കുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിതൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് ചെയ്യാണെങ്കിൽ നമുക്കുണ്ട് ഇതൊക്കെ. നമ്മളത്ര മോശം കുടുംബമല്ല. മോനെ അവരുടെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ഡാഡി. നമുക്ക് ഇതിലൊരു തീരുമാനത്തിലെത്താം. നമ്മ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വന്നിട്ട് അടിയും വഴക്കുമായിട്ട് പിരിയുന്നത് എനിക്ക് താല്പര്യമില്ല. ഒട്ടും പറ്റത്തില്ല. നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ചന്ദ്രമ്മനെ, മോൻ എന്താണ് പറയാനുള്ളത്? മോന് കല്യാണം വേണ്ടേ? പറഞ്ഞോ, എന്റെ മോളായിട്ട് ഞാൻ തിരിച്ചു പോകും. നിങ്ങളുടെ വീടായത്, നമ്മളാ പോണ്ടേ? ബുദ്ധിയില്ല, ഞാൻ എന്റെ സിറ്റിയിലോട്ട് തിരിച്ചു പോകും. അങ്ങനെ ഞാൻ 4 5 മിനിറ്റ് വേറെ കല്യാണം നടക്കൂടല്ലോ. മിണ്ടാരി മിക്സി മിണ്ടാരി അതിന്റെ ഇടയിൽ കൂടെ ഇവിടെ ചന്ദ്രമോൻ ഒന്ന് വന്നേ, 5 മിനിറ്റ് മോനൊന്ന് വന്നേ. നിങ്ങളെന്തോ ഈ കല്യാണം കഴിഞ്ഞ എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അഭിപ്രായം ചോദിച്ചോ ആരെങ്കിലും? അഭിപ്രായം വരാൻ നടക്കുന്നത്. വാസു ഇങ്ങോട്ട് വന്നേ, സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. എനിക്കത് ഭയങ്കര ഫീലായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തേലും കുറവ് വരുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? പെണ്ണിന്റെ കുറവ് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് സീരിയസ് ആയിട്ട് പെണ്ണിന്റെ കുറവല്ലാണ്ട് വേറെ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു കുറവ് വരുത്തിട്ടില്ല. നിനക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പൈസ, ആവശ്യമുള്ള സമയത്ത് തോക്ക് ഉണ്ട എല്ലാം തന്നിട്ടില്ലേ? ഇതുപോലൊരു ദുഷിച്ച കുടുംബത്തിൽ വന്നിട്ട് എന്നെ നാണം കെടുത്തിയപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ. ഇതുകൊണ്ടാണ് നിന്റെ അടുത്തൊക്കെ പറഞ്ഞത് ഇനി എഴുതി വെച്ചോ, ഇനി ഇതിനകത്ത് ഒരുത്തനും പെണ്ണും കിട്ടത്തില്ല, പെണ്ണിന്റെ പുറകെ നടക്കത്തുമില്ല, ഗ്യാങ്ങിന്റെ പുറത്തായിരിക്കും. നോക്കിക്കോ, ഈ പെണ്ണെന്ന് പറയും ഇതുപോലെ ഇതുകൊണ്ടാണ് ഞാൻ ഈ എലി എന്ന് പറയുന്ന ആ കടവുപാലുണ്ടല്ലോ, അവളുടെ കണക്കത്തുള്ള ദുഷിപ്പുകൾ കാരണമാണ് ഞാൻ പെണ്ണുങ്ങളെ തന്നെ വെറുത്തു പോയത്. എന്തോ പറ്റി മോനെ, തലവേദനയാണോ നിനക്ക്? എനിക്ക് സംസാരിക്കാം. ജോക്കിയുടെ സന്തോഷത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത് എനിക്ക് ഇത് തന്നെ കിട്ടണമല്ലോ എന്റെ ദൈവമേ. ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടല്ല മോനെ, ഇതുപോലത്തെ ഓരോരോ ഇത് കാരണമാണ് ഞാൻ ഈ ഇതൊന്നും സമ്മതിക്കാത്ത. മനസ്സിലായോ? ഇതിപ്പോ നമ്മൾ എന്തോ ചെയ്യണ്ടേ? നീ തന്നെ ഒരു ഡിസിഷൻ എടുക്കും. എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, കാരണം വെച്ചാൽ എനിക്ക് മടുത്ത് പറഞ്ഞു. നിന്റെ ഒരു അഭിപ്രായം എന്തോ? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ ജോക്കി. വെടി വെച്ചാൽ കടവാവലയില്ലേ അവളെ കടലിൽ തെള്ളിയിട്ട് നമുക്ക് വണ്ടി എടുത്ത് മാസമായിട്ട് പോവാം. അവക്കുണ്ടല്ലോ, അവക്ക് എന്താ കുഴപ്പമുണ്ടോ അവക്ക്? നിക്ക് ജോക്കി, വേണ്ട, വാ ചോദിക്കാം. ചന്ദ്ര തീരുമാനം, നിനക്ക് കല്യാണം വേണ്ടല്ലോ? അവൻ ബോസ് അല്ലേ, അവൻ പോയി അവിടെ ഇരിക്കാൻ പോവാ. നമുക്ക് കടൽക്കാറ്റ് കൊണ്ടിരിക്കട്ടെ പട്ടി. എന്തോ പറഞ്ഞ നന്ദാ? ഞങ്ങൾ ഈ കല്യാണം വേണ്ട നോക്കണം. വണ്ടി ഇത്ര നിരസിച്ചു ഒരു മിനിറ്റ് ആരെയും കണ്ട പെണ്ണുമ്പിള്ള ഇനി കാമയുണ്ട്, ആനയുണ്ട്, ആമയുണ്ട്, പശു ഉണ്ടെന്നു പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചോണ്ടല്ലോ വെട്ടി മൂടി ഞാൻ മറ്റേ ആന്റി സിറ്റി കൊണ്ടിടും. മനസ്സിലായോ? എന്റെ സമയം കളയാൻ വേണ്ടിട്ട് വണ്ടി എടുത്ത് കല്യാണോ കളവാണോ? ഇല്ല ഒന്നും വേണ്ട, ഒന്നും വേണ്ട. നമ്മളെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല. എല്ലാവരും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടും. വേണ്ട ഒന്നും ചെയ്യല്ലോ. വാസുമോനെ അവനിപ്പോ കെട്ടാൻ താല്പര്യമില്ലെന്നാണ് അവൻ പറയുന്നത്. അവന്റെ സൈഡിൽ നിന്ന് അവന് മാത്രമല്ല അവക്കും കെട്ടാൻ താല്പര്യമില്ലെന്ന്. ഞങ്ങൾ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടെ? എന്റെ കല്യാണമാണോ? പറ ഡാഡി, എന്റെ കല്യാണമാണോ ഡാഡി? മോനെ എലി എന്ന് പറഞ്ഞു ഞാനിവിടെ വളർത്തിയതാണ് എലി. അതാണ് ബന്ധം. ആയിക്കോട്ടെ, എന്റെ ചെറുക്കനെ വിഷമായി. മനസ്സിലായോ? ഇത് എനിക്കും വിഷമായി. ഇത് എന്താണിത്? ജോക്കി അവനെടുത്ത തീരുമാനമാണ് അവന് കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ഞാൻ അവിടെ അടുത്ത് തലങ്ങും വിലങ്ങും ചോദിച്ചു. പോവണ്ണ, അവളാങ്ങളെ കൈ വെക്കാൻ തുടങ്ങി. വണ്ടിയും കാണിച്ച് നിക്ക് ഇവിടെ. നാണം കെടുത്താൻ പെട്ടെന്ന് വല അടിയോ.
ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ ഇറങ്ങും അച്ഛാ ഓ നല്ല സദ്യ ഉണ്ട്, അത് കഴിച്ചിട്ട് പോരെ. നീയൊക്കെ കഴിക്ക് പോയി നാണോ ഇല്ലാത്ത ഒരു മിനിറ്റ് ജോക്കി ഇപ്പൊ വരാവേ. ഒന്ന് വരുമോ? ആ വാസമോനും ഡാഡിന്ന് വിളിക്കാം. കല്യാണം നടന്നില്ലെങ്കിൽ വാസമോന്റെ ഡാഡിയായിട്ട് ഞാൻ ഇവിടെ കാണും. ഒരു സെക്കൻഡ്. ഹലോ ഇപ്പൊ വരാം. താങ്ക് യു സോ മച്ച് ഡാഡി എന്ന് വിളിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. അത്ര ഡാഡി എന്ന് വിളിച്ചിരിക്കും. എപ്പോ കണ്ടാലും ഞാൻ ഡാഡി മോള് ഡാഡിന്ന് വിളിച്ചു. ഇതേതാ ഡാഡി അപ്പൊ ഡാഡി പോയിട്ട് വരാം ഡാഡി പോയിട്ട് പോയിട്ടോ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഉന്നോട് മലേഷ്യയിൽ എന്ത് പറഞ്ഞ ലെവൽ ഓഫ് അബ്യൂസ്. മുടിഞ്ഞു പോവള് പെണ്ണ് ആണ് കേട്ടാവൻ. അപമാനമായി പോലോടാ അപമാനം. അത് വിഷമമായോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഇൻസൾട്ടഡ് ആയിട്ടില്ല. സത്യം എനിക്ക് സീഫോർ പോയാലോ? എടാ പോടാ ഇറങ്ങി മാറി സൈലൻസിനകത്ത് കയറി പോകും. നിന്നെ ഇടിച്ച ഉപ്പുവെള്ളത്തിൽ പോരാ. എന്നെയൊക്കെ ഓർത്ത് പെണ്ണ് കെട്ടിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സീഫോർ ഈ വാണം കോഴി കുടുംബം കോളനി കുടുംബം ഇവനെ ഇതിനെ അങ്ങനൊന്നും പറഞ്ഞാ പറയാ. ഇതുണ്ടല്ലോ ഇത് എലീന്ന് ഞാൻ പോ അവനെ ഒന്ന് പിക്ക് ചെയ്യണം ആരെങ്കിലും. അവനെ ഒന്ന് പിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ആയടാ. എന്നിട്ട് ആരുമായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് ഇങ്ങനെ ഇറക്കി വിട്ടാണ് നമ്മളായിട്ട് ഇറങ്ങി പോകുന്നത്. കല്യാണവും കളാണം കൊണ്ട് വന്നേക്കുന്ന ഓരോ തോന്മാര് ഇനി ജീവിതത്തിൽ നോക്കി എന്നെ കിട്ടത്തില്ല ഒരിക്കലും. ഞാൻ വിഷമായടാ മോനെ നിനക്ക്. ഞാൻ എന്നെ കിട്ടത്തില്ല ജോക്കി. പിന്നെ ജോക്കിക്ക് എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമാണ് ജോക്കിക്ക് നടക്കേണ്ടതെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തെടുക്കാൻ റെഡിയാ. ഇതിന്റെ ക്ഷീണം ആദ്യം ഒന്ന് മാറട്ടാ. ഈ പെണ്ണിന്റെ വാ തുറന്നാൽ തന്നെ എന്ത് പാടേ ഇത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. എലീന് മാറ്റിട്ട് പൂതനാന്നല്ലോ ആക്കണം അവളുടെ പേര്. സത്യം അവളുടെ മോന്ത കാണുമ്പോഴേ അവളുടെ മനുഷ്യനോ ചെകുത്തേട് വരെ സത്യം ഒന്നും പോലുമില്ല. പുള്ളി സാധാരണ എന്തെങ്കിലും പറയണതാ. ഇതങ്ങ് പോയെന്നേ മൂടങ്ങ് പോയി. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചെന്നറിയോ? സിറ്റി മൊത്തം അറിയുന്ന ഒരു കല്യാണം, ഒരു എൻഗേജ്മെന്റ്. ജോക്കി ഞാൻ എത്രായിരം കോടിയുടെ ഫ്ലെക്സും പരിപാടിയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അറിയോ? വേറൊരു കാര്യം ശ്രദ്ധിച്ചു. സദ്ഗുരു അവസാനം പറഞ്ഞു വന്നത് 3500 കോടി രൂപയും 3 വീടുവാ. മനസ്സിലായോ? എടാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ബാക്കിയുള്ള കുടുംബക്കാർ മൊത്തം മറ്റേ ഡ്യൂപ്പുകളാന്ന് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് കുടുംബം. അങ്ങനത്തെ ഒരു കുടുംബത്തിലോട്ട് എന്റെ ചെറുക്കനെ കെട്ടിച്ചോടാൻ എനിക്ക് സൗകര്യം. ഞാൻ വെളിയിലോട്ട് പോയപ്പോഴേ ഒരുത്തി എന്റെ മുന്നിൽ കൂടെ സംസാരിച്ചോണ്ട് പോവാണ്. ബർത്ത്ഡേ ആയിട്ടാണോ അഭിനയിക്കേണ്ട കല്യാണമായിട്ടാണോ അവർക്ക് അറിഞ്ഞൂടെ എന്തിനു വന്നയാണെന്ന്. മനസ്സിലായി. എനിക്ക് ഇപ്പോഴും അതൊക്കെ റിലേറ്റ് ചെയ്തത് എനിക്ക് അന്നേരം മനസ്സിലായില്ല. അറിയാം ചിലപ്പോ മേ ബി ഈ എലിയില്ലേ ഇവിടെ പാർട്ട് ടൈം ആയിട്ട് അഭിനയിക്കാനും നടക്കുന്നുണ്ട്. സൺഡേ സാറ്റർഡേ സ്കൂളിൽ പോകണ്ടല്ലോ. ഇതെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ് നോക്കി. അത് തറവാടൊന്നും അല്ലത്. അത് തറവാടല്ല. ഇവിടെ മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ടുണ്ട്. മിസ്റ്റർ എക്സിനെ കാണാൻ പോണെന്ന് പറഞ്ഞത് നമ്മുടെ ബിസിനസ് എങ്ങനെ. ഞാൻ ഇതാണ് പറഞ്ഞത്, പെണ്ണും കോപ്പൊന്നും വേണ്ട, ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന. ഞാൻ കേക്ക് ഒന്ന് വിളിക്കട്ടെ ജോക്കി. കേക്ക് ഒന്ന് വിളി. ആണ്ടെ എലി വിദ്യാലയ കേക്ക് ഇല്ല ജോക്കി, ഇന്ന് പോയി. ജോക്കി നമുക്ക് രണ്ടെണ്ണം അടിക്കാൻ പോയി. നല്ലൊരു ഐഡിയാണ് ജോക്കി. വേണ്ട ജോക്കി, ജോക്കിയുടെ ആരോഗ്യം ഇപ്പം മോശമായിട്ടിരിക്കുക. ഇവനെ പോലത്തെ യുവമാർക്ക് വേണ്ടിട്ട് നമ്മൾ ആരോഗ്യം കളയണം. എന്തിനാണ്? വിഷമം വരുമ്പോ കുടിക്കാനാണോ വേണ്ടത്? ഒരു വാറായാലോ ആരെല്ലാം പറക്കിട്ട് നല്ലതാ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് ആദ്യമേ അറിയാം.
എനിക്ക് ഭയങ്കര അബ്യൂസ് ആയി പോയി ഇത്. നമുക്ക് ലെവൽ ഓഫ് അബ്യൂസ് ഭയങ്കരമായി പോയി. ചെയ്യാൻ പോലും പറ്റണില്ല. ഇത്ര ഇൻസൾട്ടഡ് ആയിട്ട് ഒരു വീട്ടിൽ പോകേണ്ട വന്നിട്ടില്ല ടിവിയേക്ക്. എന്തൊക്കെ പ്രതീക്ഷയാണെന്നറിയോ ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു മിനിറ്റ് നോക്കി. എന്റെ ആരും ചത്താടാ. അമ്മാക്കിட்ட ഫോൺ സ്പീക്കർ വേറെ പാണ്ടിപ്പടത്തിൽ പോയിട്ട് വന്ന ഫീൽ ഉണ്ട് നമുക്ക്. പെരിയപ്പയും താത്തയും മാമനാരും അർജുനരും എന്തുവാ ഇത്? സൂര്യത്തൂർ അലീന ഞാൻ പോവാണ്. ഹലോ അലീന, അടുത്തിരുന്ന് ആരൊക്കെ താങ്ക് യു സോ മച്ച് എന്നൊക്കെ ഒന്ന് മാറിക്കോ അലീന. അലീന ഞാൻ ഇവിടെ ഇരിക്കുവാ. അലീന, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു നാണക്കേട് ഇതുവരെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അലീന. ഞങ്ങൾ എന്ത് പ്രതീക്ഷയോടെ അലീനെ ഇനി എന്റെ മുന്നിൽ കാണരുത് മോളെ. ഒരു രൂപം ഉണ്ടായിരുന്നു, ഇനി അത് ഉടഞ്ഞു. ഇനി കാണരുത്. അത് വീണ് ഉടഞ്ഞ അലീന. ഇനി എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമ്മളെ കണ്ടിട്ട് മായാവിയെ ലുട്ടാപ്പിയായിട്ട് തോന്നുന്നുണ്ട്. കുന്തോം പറഞ്ഞു ഓക്കെ അല്ലെന്ന് പറഞ്ഞു നോക്കി. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? നമുക്ക് ഓക്കെ അല്ല. കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ഓക്കെ അല്ലെങ്കിലോ? എന്റെ ചെറുക്കൻ ഓക്കെ അല്ലെങ്കിൽ എനിക്കും ഓക്കെ അല്ല. ഞങ്ങളെ എന്ത് പ്രതീക്ഷയോടെ അലീന അവിടെ വന്നതെന്നറിയാവോ? അതെ, ഈ മനുഷ്യനെ ഞാൻ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ട്. ഇല്ല, സോറി വേണ്ട. ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എനിക്കൊരു താങ്ക് യു പറയണോ അലീനയുടെ അടുത്ത്? ഒരു 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് എനിക്ക് ഒരാളെ ഡാഡി എന്ന് വിളിക്കാൻ പറ്റി. എനിക്ക് ആ ഡാഡിയെ കണ്ടപ്പോ എന്റെ ഡാഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ആ വീട്ടിലൊരു വഴക്കുണ്ടാക്കാതെ ഞാൻ ഇവിടെ വന്നത്. അതെ, ഒരു അച്ഛനല്ലാത്ത സ്നേഹം 10 മിനിറ്റ് എങ്കിൽ 10 മിനിറ്റ് കിട്ടി. എനിക്കത് കിട്ടി അവിടെ. ഇനി ഞാൻ ഈ കാര്യം സംസാരിക്കാൻ അലീനെ വിളിക്കില്ല. അലീന ഇല്ല അലീന, ഞാൻ ഇപ്പോഴും പറയാ അലീനെ ഇല്ല. മനസ്സിലായോ? അലീനെ ആദ്യം നിന്റെ ചേച്ചിന്നും പറഞ്ഞിരിക്കുന്ന ആ കടവാവലിനെ പിടിച്ച് വീട്ടിൽ നിറക്കി വിട്. അവളില്ലായിരുന്നെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം കൂടെ നിന്ന് സോർട്ട് ഔട്ട് ആക്കിയേനെ. ആ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണോ? അത് കുശുമ്പും പരദൂഷണവും പുന്നായ്മയും. ആടുണ്ട്, മാടുണ്ട്, കാടുണ്ട്, ആനയുണ്ട്, കുതിരയുണ്ട്. അവിടെ കണ്ടില്ലല്ലോ ഒരു പൂച്ച കുഞ്ഞാ പോലും. ഒറ്റ നേരം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാരും പോയി. കൈരിപ്പുണ്ട്. ചന്ദ്രന്റെ സുഖമാണല്ലോ അല്ലേ? ഇത്രയും ചെയ്ത് വെച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നല്ലേ? ബ്ലെയിം ഗെയിം ഒന്നും ഇറക്കല്ലേ മോളെ. നമ്മള് കൊറേ കണ്ടിട്ടുള്ള മനസ്സിലായോ? അവരൊന്നും മുണ്ട് കൊടുത്തോണ്ട് കടം. ഒന്നും പറയാനില്ല അലീന. നീ ഒന്നും പറയാനില്ല. ശരിയെന്നാ, ഒന്നും പറയാനില്ല. ബൈ, ടേക്ക് കെയർ. ഡാഡിയെ നന്നായിട്ട് നോക്കണേ. ഐ ലവ് യു ഡാഡി. അച്ഛൻ്റെ അടുത്ത് ഐലവ് കയറുന്ന നീ പെണ്ണുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇടുന്നേ. ചന്ദ്ര വന്ന് കേറാ. വിളിച്ചു കൈയും പൊക്കി നടക്കുന്ന